السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ഒരല്പനേരം കൂടിയിരുന്ന് സംസാരിക്കുവാനും കേൾക്കുവാനുമുള്ള ഈ ഒരു മഹത്തായ വിജ്ഞാന മജ്ലിസ് റബ്ബിൻ്റെ അടുക്കൽ കബൂലാക്കപ്പെടുന്ന പുണ്യമേറിയ ഒരു മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വ ദോഷങ്ങളും നമ്മുടേതെല്ലാം അല്ലാഹു പുറത്തു തന്നുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള നമ്മുടെ വിശ്വാസം അത് പലർക്കും അറിയില്ല എപ്രകാരമായിരിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയിൽ ആ ബോധം പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിനേന നമ്മൾ ധാരാളം തവണ ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, ഫർള് നമസ്കാരങ്ങളിലൂടെ, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, അതുപോലെ തന്നെ വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയിലൂടെ, വ്യത്യസ്തങ്ങളായ പല അവസരങ്ങളിലൂടെയായി നമ്മൾ ഷഹാദത്ത് കലിമകൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമയുടെ ഈ രണ്ട് പാർട്ടുകളും ദിനേന നമ്മളെല്ലാവരും ധാരാളം തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊരു കേവല പദപ്രയോഗത്തിൽ ഒതുക്കേണ്ടതോ അല്ലല്ലോ. മറിച്ച് അതിൻ്റെ തുടക്കം തന്നെ അറിയിച്ചു തരുന്ന അതിൻ്റെ ശൈലി, അതിൻ്റെ ഗൗരവത്തെയാണ് അറിയിക്കുന്നത്. അഷ്ഹദു എന്നാണ് പറയുന്നത്, അഖൂലു എന്നല്ല. അഖൂലു എന്നല്ല, ഞാൻ പറയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അഷ്ഹദു എന്നാണ് നമ്മൾ പറയുന്നത്. അഷ്ഹദു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഗൗരവമുണ്ട്. അത് ഷഹാദത്താണ്, അത് സാക്ഷ്യമാണ്. ഞാൻ സാക്ഷിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തിന്? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായ ഒരു ശക്തിയുമില്ല എന്ന് ഞാൻ സാക്ഷിയാണ്. എന്നെ നോക്കിക്കോ, ഞാൻ അതിന് സാക്ഷിയാണ്. ആ പറയുന്ന വാക്കിൻ്റെ ആദർശത്തിൽ ഞാൻ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടോ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ പറയുന്നു എന്നല്ല, ഞാൻ അതിനും സാക്ഷിയാണ്. ആ റസൂലിനെ റസൂലായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം. അതിനെന്നെ നോക്കിക്കോ, ഞാൻ അതിന് സാക്ഷിയാണ് എന്നാണ് ഇവിടെ ഓരോ സ്ത്രീയും പുരുഷനും ദിനേന പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷയം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലളിതമല്ല, നിസ്സാരമല്ല, ഗൗരവമാണ്. എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആ ഷഹാദത്ത്, അള്ളാഹുവിൻ്റെ റസൂലിലുള്ള വിശ്വാസം, അതാണല്ലോ, ആ പാർട്ടാണല്ലോ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷഹാദത്ത് ഉൾക്കൊള്ളേണ്ടുന്ന വിധം ഏതൊക്കെയാണ്? ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാനിങ്ങനെ നമ്പറായിട്ട് പറയുകയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ പറയുക മാത്രമല്ല, അത് ഞാൻ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഇങ്ങനെ ഒരു പ്രോഫറ്റ് വന്നിട്ടുണ്ട് എന്ന് ഇവിടെ ലോകത്ത് പലരും പറയുന്നവരുണ്ട്. അവരൊക്കെ മുസ്ലിമീങ്ങളല്ല, അവരൊന്നും മുഅ്മിനീങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അബൂജഹൽ അടക്കമുള്ള ഖുറൈശി മുശ്രിക്കുകളിലെ കുറേ മെമ്പർമാർ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്, മുഹമ്മദ് നബിയാണത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറയലുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടുമൊന്നും നമ്മൾ മുഅ്മിനാവുകയില്ല. മറിച്ച് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ എൻ്റെ ആ ഷഹാദയുടെ ആദ്യ ഭാഗം തന്നെ പൂർത്തിയായി തുടങ്ങുകയുള്ളൂ. തീർന്നില്ല. രണ്ടാമത്തെ ഭാഗം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല,
അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും ഞാൻ സ്വീകരിക്കും. അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും ഞാൻ സ്വീകരിക്കും. അവിടുന്ന് വിരോധിച്ചത് മുഴുവനും ഞാൻ വർജിക്കും. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് മുഴുവനും നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങളത് സ്വീകരിക്കണം. വമാ നഹാകും അൻഹു, അവിടുന്ന് നിങ്ങളോട് ഏതെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ഫൻതഹൂ, നിങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും ചെയ്യണം. അപ്പൊ മുഴുവനും ഞാൻ അംഗീകരിക്കുന്നു. എനിക്കിഷ്ടമുള്ള ചിലത് ഞാൻ അംഗീകരിക്കും, ചിലത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്നവൻ ഈ ഷഹാദത്ത് പറയുന്നുവെങ്കിൽ അത് കാപട്യമാണ്. രണ്ടാമത്തെ ഭാഗം ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം റസൂലുള്ള കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്, അത് മുഴുവനും ഞാൻ അംഗീകരിക്കും. എൻ്റെ ബുദ്ധിക്കോ യുക്തിക്കോ ആ പറയുന്ന ഏതെങ്കിലും ഒരു അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാവട്ടെ ഉൾക്കൊള്ളാത്തതാവട്ടെ എനിക്കത് പ്രശ്നമല്ല. എൻ്റെ നബി പറഞ്ഞുവോ ഞാനത് അംഗീകരിച്ചിരിക്കും, ഞാനതിനെ ചോദ്യം ചെയ്യുകയില്ല. ഇതും അംഗീകരിച്ചാലേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. ഈ പറയുന്ന ഉപാധി പാലിച്ചാൽ ഒരാൾക്ക് ഹദീസ് നിഷേധിയാവാൻ കഴിയില്ല. ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഖുർആൻ തന്നെ മതി, അതാണ് ദൈവികമായ ഇലാഹിയായ വചനം, ഖുർആൻ മാത്രമാണ്, മറ്റുള്ളതൊക്കെ എന്തിനാണ്, അതൊക്കെ മാനുഷിക വചനങ്ങളല്ലേ, അതുകൊണ്ട് ഹദീസിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല, ഖുർആനാണ് ഞങ്ങൾ ഖുർആനെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലുൽ ഖുർആൻ സൊസൈറ്റി എന്ന പേരിട്ടുകൊണ്ടും ആ പേര് ഇടാതെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില കക്ഷികൾ ഇവിടെ ഇസ്ലാമിന്റെ ലേബലിൽ അകത്താണ് ഞങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിലെ ഈ രണ്ടാമത്തെ നിബന്ധന പാലിക്കാൻ കഴിയില്ല. കാരണം അവര് എന്താ പറയുന്നത്, ഞങ്ങളെ ഹദീസുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അതിലാ പറഞ്ഞ വിഷയം എത്ര കണ്ട് ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റും, എത്ര കണ്ട് എൻ്റെ ബുദ്ധിക്ക് യോജിക്കും, എത്ര കണ്ട് ഇവിടുത്തെ ബുദ്ധിജീവികളൊക്കെ കേട്ടാ പരിഹസിക്കാതിരിക്കും, അങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങളും അളവുകോലുകളും വെച്ചുകൊണ്ട് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലത് ഞാൻ കൊള്ളും ചിലത് ഞാൻ തള്ളും എന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നതിൽ നിന്ന് അവൻ പുറത്താണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് ഹദീസ് നിഷേധികളെ അവർ കുഫറാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസുകളെ തള്ളുന്നവർ, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവരും, ചില ഹദീസുകളെ സ്വീകരിക്കും ഞങ്ങൾ ചിലതിനെ തള്ളും എന്ന് പറയുന്നവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത്തെ നിബന്ധന പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് മുഴുവനും ഞാൻ സ്വീകരിക്കുന്നു, അവിടുന്ന് വിരോധിച്ചത് മുഴുവനും ഞാൻ ഒഴിവാക്കുകയും ചെയ്യും. അതിൽ എൻ്റെ ബുദ്ധിക്കോ എൻ്റെ യുക്തിക്കോ ഞാൻ യാതൊരു പങ്കും കൽപ്പിക്കുന്നില്ല. ഇത് അള്ളാഹു കൽപ്പിച്ച നിബന്ധനയാണ്. നമ്മളെ വകയായിട്ട് എണ്ണി പറയാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിയായ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അവർക്ക് പാടില്ല എന്ത്, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അള്ളയും അള്ളാഹിന്റെ റസൂലും ഒരു കാര്യം അങ്ങ് തീരുമാനിച്ച് നമ്മളോട് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസികളാണോ അവർക്ക് പറ്റില്ല എന്ത്, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ ആ വിഷയത്തിൽ നമ്മൾ ഇനി ഇതൊന്ന് ആലോചിക്കട്ടെ, ഇതിനെക്കുറിച്ചൊന്ന് പുനർവിചിന്തനം നടത്തട്ടെ, എന്നിട്ട് സ്വീകരിക്കാൻ പറ്റാവുന്നത് സ്വീകരിക്കാം, അല്ലാത്തത് നമുക്ക് തള്ളാം എന്ന് പറയാവുന്ന ഒരു ഓപ്ഷൻ തന്ന മേഖലയല്ല ഈ ദീനിന്റെ മേഖല. അത് പറയുന്നത് സമ്പൂർണ്ണമായിട്ടാണ് അനുസരിച്ചോണം, അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ്, ധിക്കാരം എന്നാണ്. ധിക്കരിച്ചാലോ ദീനിൽ നിന്ന് തെറിച്ചാണ് പോകും. ആര് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരണക്കേട് കാണിച്ച് ധിക്കാരികളാകുന്നുവോ അവൻ വ്യക്തമായ വഴിപിഴച്ചിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്. അപ്പൊ രണ്ടാമത്തെ നിബന്ധന കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലായി ഞാൻ അംഗീകരിക്കുന്നു, അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും ഞാൻ സ്വീകരിക്കുന്നു. അതോടൊപ്പം മൂന്നാമത്തെ നിബന്ധന, ആ റസൂലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. എനിക്ക് അവിടുത്തോടാണ് മഹബത്തുള്ളത്. അതല്ല ഒരാൾ പറയുന്നത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ
പ്രോഫറ്റ് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തോളാം, പക്ഷെ അത്രയും സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എൻ്റെ കാര്യം കഴിച്ചിട്ടേ ഞാൻ ബാക്കി, അല്ലെങ്കിൽ എൻ്റെ മക്കള് എൻ്റെ കച്ചവടവും മറ്റു കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ എനിക്ക് ആ പ്രോഫറ്റ് പറയുന്നതാണ് പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ പ്രോഫറ്റിനെ അംഗീകരിക്കുകയൊന്നുമില്ല എന്ന് പറയുന്ന ആ മഹബത്തുണ്ടല്ലോ, മഹബത്തിന്റെ വശത്തെ നിഷേധിക്കൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി വിരോധിച്ച സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പെട്ടവനാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്, അർഹതയുള്ളവരാണ്, മഹബത്ത് കൊണ്ടും എല്ലാ നിലക്കും മിൻ അൻഫുസിഹിം, സ്വദേഹങ്ങളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എൻ്റെ മുത്തുനബിയെ ഇഷ്ടപ്പെടണം. എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ മക്കളെക്കാൾ എന്ന് വേണ്ട ലോകത്ത് എല്ലാവരേക്കാളും ഞാൻ മുത്ത മുസ്തഫയെ ഇഷ്ടപ്പെടണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഏതുവരെ ഞാനായിരിക്കണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അവൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ഇതര ജനങ്ങളെക്കാളെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അപ്പൊ മൂന്നാമത്തെ നിബന്ധന നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി നാലാമത് നമ്മൾ ആ പറയുന്ന ഷഹാദത്തിന്റെ താല്പര്യം എന്താണ്? അവിടുത്തെ അധ്യാപനങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല. അവിടുത്തെ അധ്യാപനത്തിന് വിരുദ്ധമായിട്ട് ലോകത്ത് ഏത് വലിയ ആളാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്ന വ്യക്തി പറഞ്ഞാലും ഞാനത് നിരാകരിക്കും. അവിടെ ഞാൻ എൻ്റെ നബിയെ മാത്രമേ ഞാൻ മുന്നോട്ട് കൊണ്ടുവരികയുള്ളൂ. എൻ്റെ നബി പഠിപ്പിച്ചതേ ഞാൻ ഉൾക്കൊള്ളുകയുള്ളൂ. ആ നബിയുടെ അധ്യാപനങ്ങൾക്ക് എതിരെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരുടെ വലുപ്പ ചെറുപ്പൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ മുത്തുനബിയെയാണ്, അതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഞാൻ അംഗീകരിക്കുക. അവിടുത്തെ വാക്കുകൾക്കെതിരെ, അവിടുത്തെ പ്രവൃത്തികൾക്കെതിരെ, അവിടുത്തെ ചര്യകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്നെ കിട്ടില്ല. അത് ഇവിടുത്തെ ത്വരീഖത്തുകാർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഷർത്താണ്. ഇവിടെ തരീഖത്തുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. റിഫായി തരീഖത്ത്, ഖാദിരിയ തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, ചോറ്റൂർ തരീഖത്ത്, കൊരൂർ തരീഖത്ത്, നൂരിഷ തരീഖത്ത്, അതേപോലെ തന്നെ തീജാനി തരീഖത്ത്, അങ്ങനെ വിരലിലല്ല ഒരുപാട് എണ്ണാൻ തീരാത്തത്ര തരീഖത്തുകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. എല്ലാം കള്ള വഴികളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ മണൽത്തരിയിലൂടെ ഒരു ചുള്ളിക്കമ്പെടുത്തിട്ട് ഒരു നേർ വര അങ്ങോട്ട് വരച്ചു. ആ നേർ വരയുടെ അപ്പുറവും ഇപ്പുറവും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ തെന്നി മാറിപ്പോകുന്ന ചില ചെറു വരകളും വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, നോക്കൂ, കണ്ടില്ലേ, ഒരു നേർ വഴി കണ്ടില്ലേ? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു, ഇതാണ് എൻ്റെ മാർഗം, ഇതാണ് ഞാൻ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം, അതിനെ മാത്രമേ നിങ്ങൾ പിൻപറ്റാവൂ. വലാ തത്തബിഉസ് സുബുൽ, കണ്ടില്ലേ ഇതിന്റെ അപ്പുറമൊക്കെ കുറെ വഴികൾ, അതിൽക്കൊക്കെ വിളിക്കുന്ന ഓരോ ശൈത്താന്മാര് ആ വഴിയുടെ മുഖത്ത് ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരിൻ, ഇങ്ങോട്ട് വരിൻ, ഇങ്ങോട്ട് വരിൻ, ഇങ്ങോട്ട് വരിൻ, ഇതാണ് നേർവഴി, ഇതാണ് നേരിന്റെ മാർഗം എന്ന് പറഞ്ഞ് അതിലേക്ക് ക്ഷണിക്കാൻ ഓരോ വഴിമുഖത്തും ഓരോ പിശാചുക്കൾ ഇരിക്കുന്നുണ്ടാകും. തെറ്റിപ്പോകരുത്. അങ്ങനെ നിങ്ങൾ തെറ്റിപ്പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ആ യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങളെ അവർ ഭിന്നിപ്പിച്ചു കളയും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക, ദാലികും വസ്സാകും ബിഹി, ഇത് ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുന്ന ഒരു വസിയത്താണ്. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് മുറുകെ പിടിച്ചോളണം. അപ്പൊ അഹ്ലുസുന്നയുടെ പാതയാണ് ആ പാത. അത് മുറുകെ പിടിച്ച് അണപ്പല്ല് കൊണ്ട് കടിച്ച് പിടിച്ച് മറ്റൊരു വഴിയിലേക്കും പോകാതെ ഉറച്ചു നിൽക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നതിലെ നാലാമത്തെ നിബന്ധന. കാരണം തരീഖത്തുകാർക്ക് ഇതിന് കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു ഖുർആനിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറമുള്ളതൊക്കെയാണ് തരീഖത്തുകാർ പറയുന്നത് മുഴുവനും. ഏത് തരീഖത്തുകാരെ എടുത്തു നോക്കിയാലും അവർക്കൊക്കെ ഉണ്ടാവും കുറേ ദിക്റുകൾ, കുറേ സലാത്തുകൾ. അവർ പഠിപ്പിക്കണ ഒരു സലാത്ത് ചൊല്ലിയാൽ 6000 തവണ ഖുർആൻ ഹിഫ്ദ്, 6000 തവണ ഖുർആൻ ഖത്തം തീർത്ത കൂലിയാണ് എന്നാണ്. ശരിക്കും നോട്ട് ചെയ്തോളി, മനസ്സിലായിക്കോളി. അപകട പറയുന്നത് അവര് പഠിപ്പിക്കണ ഒരു സലാത്ത്, ഉദാഹരണം തീജാനി തരീഖത്ത് എന്ന് പറഞ്ഞൊരു തരീഖത്തുണ്ട്. അതിന്റെ ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമ്പിൾ എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് റഹ്മത്തുള്ള ഖാസിമി മുത്തേട എന്ന് പറയുന്ന മനുഷ്യൻ. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അല്ല, വ്യക്തി ആക്ഷേപത്തിനല്ല. അപ്പൊ അയാളുടെ ഒക്കെ വാദം അനുസരിച്ച് ആ തരീഖത്തുകാർ പഠിപ്പിക്കുന്ന ഒരു സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ പോരിശ മുസ്ലിയാക്കന്മാർ കണ്ടമാനം യൂട്യൂബുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു തവണ അവരാ പഠിപ്പിക്കുന്ന വ്യാജ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ 6000 ഖത്തം തീർത്ത കൂലിയാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇഷ്ടംപോലെ സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്ത് ഒരിക്കൽ ചൊല്ലിയാൽ പോലും മുത്തു മുസ്തഫ പഠിപ്പിച്ചിട്ടില്ല ഒരു ഹത്തം തീർത്ത കൂലിയുണ്ട് എന്ന്. എന്നിട്ടാണ് ഇവർ അവകാശപ്പെടുന്നത് എന്ത്, അള്ളാഹുവിന്റെ റസൂല് ഇതീ സ്വലാത്ത് ചൊല്ലിയാണ്ടല്ലോ, ഇത് മറ്റു സ്വലാത്തിന്റെ മായിരുന്നല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത്? ഇപ്പൊ നമ്മൾ ഉടനെ ചോദിക്കുമല്ലോ, ഇത്രയ്ക്ക് വലിയൊരു നന്മ അള്ളാഹ്ക്ക് അറിയില്ല, റസൂലുള്ളാഹിക്ക് അറിയില്ല, സഹാബാക്കൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് അത് പുതിയത് കിട്ടിയത്? അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ആലിമീങ്ങളൊക്കെ ഈ കിതാബ് നോക്കിയിട്ടാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് കിതാബ് എന്നല്ല. ഞങ്ങളുടെ ശൈഖുമാർക്ക് കിട്ടുന്നതൊക്കെ ഹോട്ട് ലൈനാണ്, ഫ്രം അള്ളാഹ് ടു ഞങ്ങളുടെ ശൈഖുന. ഞങ്ങളുടെ ശൈഖുനയിലേക്ക് ഇങ്ങനെ ഹോട്ട് ലൈനായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. പോയില്ലേ, തനിച്ച കുഫറാണത്. ഈ 4ാമത്തെ നിബന്ധന അവർക്ക് പാലിക്കാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് എന്താണ്? അവിടുത്തെ അധ്യാപനങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പോൾ അത് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കും. ഒറ്റ സാമ്പിളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതൊന്നുമല്ല, ഒരുപാട് പറയാനുണ്ട്. തരീഖത്തുകളുടെ പിഴച്ച വിശ്വാസം ഒരു പടിയുണ്ട്. അസ്റായിൽ മലക്കുൽ മൗത്ത് റൂഹും കൊണ്ട് ഇങ്ങനെ മാനത്തേക്ക് കയറി പോകുമ്പോൾ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹിനെ തട്ടിപ്പറിച്ചു വാങ്ങിയ മുഹീദ്ദീൻ ഷെയ്ഖിനെ നമ്മുടെ നാട്ടിലെ ഖാദിരിയ തരീഖത്തുകാർ അംഗീകരിക്കുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിനെ അംഗീകരിക്കുന്നു പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് അത് പറഞ്ഞിട്ടല്ല. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കിയ തരീഖത്തുകാർ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. എന്ത്? മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹൊക്കെ തട്ടിപ്പറിച്ചു വാങ്ങാൻ മാത്രം ഞങ്ങളുടെ ശൈഖ് ഉഷാറാണ്. ഇതിന് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ കിട്ടൂല. അപ്പൊ അത് ഒരു ഉദാഹരണമാണ്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇനി 5ാമത്തെ ഷർത്ത്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടായിരിക്കേണ്ടുന്ന വിശ്വാസത്തിന്റെ 5ാമത്തെ ഭാഗം എന്താണ്? അവിടുത്തെ വിമർശിക്കുന്നവർക്കെതിരിൽ ഞങ്ങൾ പ്രമാണബദ്ധമായി എന്നും പ്രതികരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരെങ്കിലും വിമർശിച്ചാൽ, കാരണം അവിടുന്ന് വിമർശനത്തിന് അതീതൻ തന്നെയാണ്. അള്ളാഹിന്റെ റസൂലിനെ കുറ്റം പറയാൻ പറ്റൂല. എന്താ കാരണം? അവിടത്തേക്ക് ഒരു കുറ്റമില്ല. കുറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചോ അവിടുത്തെ ഭാര്യമാരെ കുറിച്ചോ ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ തിമർത്താടുകയാണ് എമുക്കളും അതേപോലെ തന്നെ നിരീശ്വരവാദികളൊക്കെ. എമുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതൊരു ജീവിയൊന്നുമല്ല, മനുഷ്യക്കോലത്തിലുള്ള എക്സ് മുസ്ലിംസിന് പറയുന്ന ഷോർട്ട് ഫോമാണ് എമുക്കൾ. അവരാണ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നെറ്റിലൂടെയൊക്കെ. അവർക്ക് പണി തന്നെ റസൂലുള്ളാഹിനെ 4 തെറി പറയാ, റസൂലുള്ളാഹിനെ കുറിച്ച് വളരെ മോശമായി വൃത്തികെട്ട വാക്കുകൾ പറയാ, നമ്മളെ ഉമ്മമാരായ ബിവിമാരെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുക. ഇതൊന്നും ഞങ്ങൾ കേട്ടിരിക്കൂല. ഞങ്ങൾ അതിനൊക്കെ എതിരെ ആയുധവും ആളുമൊന്നും എടുത്തിട്ട് പറയണോനെ വെട്ടാനും കൊല്ലാനോ ഒന്നും ഞങ്ങൾ പോവില്ല. മറിച്ച് അവന്റെ നാവടക്കും ഞങ്ങൾ പ്രമാണബദ്ധമായി ഞങ്ങൾ എഴുതിയും പ്രസംഗിച്ചും സംസാരിച്ചും ഞങ്ങൾ അതിനെ പ്രതികരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് അവന് പറയാൻ കഴിയൂല. 6ാമത്തെ പാർട്ട് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം കേൾക്കുമ്പോഴും എഴുതുമ്പോഴും പരിപൂർണമായും ഞാൻ സ്വലാത്തിനെ ചോദിക്കും അവിടത്തേക്ക് വേണ്ടി. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ വേറൊരാളെ പേര് കേൾക്കും പോലെയല്ല, മറ്റൊരാളുടെ പേര് കേൾക്കും പോലെയല്ല. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ പരിപൂർണ അർത്ഥത്തിൽ തന്നെ അത് പറയലാണ് അതിന്റെ രീതി. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ വമലായികതഹു യസ്വല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു ആ ഒരൊറ്റ സ്വലാത്തിനെ ചോദിക്കൽ കാരണമായി ആ ചോദിച്ച വ്യക്തിക്ക് 10 നന്മ നൽകുന്നതാണ്, 1-ന് 10 പ്രതിഫലം കിട്ടുന്നതാണ് മുത്ത മുസ്തഫായുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലൽ. അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി ചൊല്ലാൻ പാടുള്ളതുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹും നാരിയ സ്വലാത്തും അതുപോലെ തന്നെ കൻസുൽ അർശ് സ്വലാത്തും മറ്റേ സ്വലാത്ത് മറിച്ചേ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്വലാത്തുകൾ ഇന്ന് മാർക്കറ്റിൽ പുസ്തകങ്ങളിൽ വിറ്റഴിക്കുന്നുണ്ട്. അതൊന്നും ഇസ്ലാമിക സ്വലാത്തുകളല്ല. അതേ അവസരത്തിൽ ഉള്ള യഥാർത്ഥമായ നിലക്കുള്ള സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം, പറയണം, എഴുതണം. എഴുത്തിൽ പോലും ബ്രാക്കറ്റിൽ സ എന്നിടുന്ന രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പൂർണ്ണമായി എഴുതണം. പണ്ഡിതന്മാർ അതുപോലും അവിടെ പോലും സൂക്ഷ്മത പാലിക്കണം എന്നാണ് പറയുന്നത്. നമ്മളൊരു എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആ സ്വലാത്തിലേക്കുള്ള സൂചകമായിട്ട് ഒരു സ്വാദ് അല്ലെങ്കിൽ ഒരു സ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഇടുന്നതല്ല മര്യാദ. പൂർണ്ണമായി അത് പറയുകയും എഴുതുകയും ചെയ്യലാണ് അതിൻ്റെ മര്യാദ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.
ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ പറയുമ്പോൾ ഏഴാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ റസൂല് അന്ത്യപ്രവാചകനാണ്. ഇനിയൊരു റസൂൽ വരാനില്ല. ആ നബിയെ ഞാൻ അന്ത്യപ്രവാചകനായിട്ടാണ് അംഗീകരിക്കുന്നത്. അതോടുകൂടെ രാജ്യത്തുള്ള എല്ലാ കള്ള നബിമാരെയും നമ്മൾ മനസ്സിൽ നിന്ന് ഔട്ടാക്കി കളഞ്ഞു. എല്ലാവരും കള്ളന്മാരാണ്, വ്യാജ നബിമാരാണ്. അവരൊക്കെയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ള, ഇസ്ലാമിക് സൊസൈറ്റിയുടെ പേരും പറഞ്ഞു വന്നിട്ടുള്ള കഠിന ഇസ്ലാമിൻ്റെ വൈരികളാണ്, ശത്രുക്കളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അന്ത്യപ്രവാചകന്റെ ശേഷം ഇനി ഒരാൾക്ക് വഹീ കിട്ടുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഹോട്ട് ലൈൻ കിട്ടുന്നുണ്ട് എന്ന് തരീഖത്തുകാരൻ പറഞ്ഞാലും നമ്മൾ തള്ളും, ഖാദിയാനി പറഞ്ഞാലും തള്ളും, ബഹായികൾ പറഞ്ഞാലും തള്ളും. ഏത് കള്ളനബികൾ, എത്ര ദജ്ജാലുകൾ ലോകത്ത് വന്നാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം 10-30 ദജ്ജാലുകൾ വരും. കുല്ലുഹും യദ്ഈ അന്നഹു നബിയ്യുൻ. എല്ലാവരും വാദിക്കും ഞാൻ നബിയാണ്, ഞാൻ നബിയാണ്. ആ ദജ്ജാലുകളെ മുഴുവനും നമ്മൾ തള്ളിക്കളയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ ഏഴാമത്തെ ഭാഗമാണത്. എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുന്ന് പഠിപ്പിച്ചത് മാത്രമാണ് ദീൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മാത്രമാണെന്ത് ദീന്, അല്ലാത്തതൊന്നും ദീനല്ല. അതുകൊണ്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? സർവ്വ പുത്തൻവാദികളെയും നമ്മുടെ മനസ്സിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് കുടിയിറക്കി ഔട്ടാക്കി കളയുകയാണ്. പുത്തൻവാദികളുടെ രീതി എന്താണ്? അവർ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. അതിനൊക്കെ ന്യായം എന്തായിരിക്കും? നല്ലതല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, പുണ്യല്ലേ, ചോറ് വെച്ചൊടുക്കല്ലേ, പായസം കൊടുക്കല്ലേ, നല്ലതല്ലേ എന്നൊക്കെയുള്ള ന്യായം പറഞ്ഞുകൊണ്ടാ വരിക. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിം അവൻ അംഗീകരിക്കുന്നത് മുത്തു മുസ്തഫായുടെ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഖൈറുൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വഫി റിവായ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. മുത്തു മുസ്തഫ അത് പറയാത്തൊരു പ്രസംഗം ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രസംഗത്തിലും സഹാബിമാരോട് ഇതിങ്ങനെ പറയും. എന്തായി പറയുന്നത്? ഖൈറുൽ ഹദിയി, ചര്യകളിൽ വെച്ച് ഉത്തമമായ ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാകുന്നു. വശർറൽ ഉമൂരി, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ദുഷിച്ചത്, നികൃഷ്ടമായത് എന്താണ്? മുഹദസാതുഹാ, പുത്തൻവാദങ്ങളാണ്, പുതിയത് കടത്തിക്കൂട്ടിയതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടുകളും നരകത്തിലുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നത് മാത്രമാണ് ദീന്. അതിലപ്പുറം ഇനി ഒന്ന് ഞങ്ങളുടെ വകയായിട്ട് ഈ കാലഘട്ടത്തിൽ ഇത് നല്ലതാണ് എന്നും പറഞ്ഞിട്ട് ദീനായിട്ട് അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഒന്നും ആചരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അവരെയും നമ്മൾ തള്ളും, കൊണ്ടുവന്ന കാര്യങ്ങളെയും തള്ളും. അതിനെന്താ രേഖ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 വചനങ്ങൾ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിലില്ലാത്ത ഒരു കാര്യം പുതിയത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ കൊണ്ടുവന്ന കാര്യവും കൊണ്ടുവന്നവനെയും തള്ളണം. രണ്ടാമത്തെ ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ, എങ്ങനെയുള്ള പ്രവർത്തനം? ലൈസ അലൈഹി അംറുനാ, ആ പ്രവൃത്തി ചെയ്യണമെന്ന് നമ്മുടെ കൽപ്പന ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, ആ പ്രവൃത്തിയും തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളണം, അവന്റെ പ്രവൃത്തിയെയും തള്ളണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ താല്പര്യം ഇതാണ്. നേരെ മറിച്ച് ഒരാൾ പറയണത്, അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തില്ലാത്തതൊക്കെ ഇപ്പം നമുക്ക് എന്താ ചെയ്തൂടെ? അതിനിപ്പോൾ എന്താ പ്രശ്നം? മൗലവി നിങ്ങൾ പ്രസംഗിക്കണം, മൈക്കുന്നുണ്ടോ? മൗലവി നിങ്ങളെ കയ്യിൽ സ്മാർട്ട് ഫോണില്ലേ? മുഹമ്മദ് നബി ഏത് കമ്പനിയുടെ ഫോണാണ് ഉപയോഗിച്ച്? നിങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്പീച്ചും സ്റ്റാൻഡുമല്ലേ, പോടത്തിൽ അതിലല്ലേ നിൽക്കുന്നത്? അതിപ്പോൾ അന്നാ റസൂലിന്റെ കാലത്തുണ്ടോ? നിങ്ങൾ ഇരിക്കണ ഇക്കോലത്തിലുള്ളതുണ്ടോ? അപ്പൊ പിന്നെന്താ? പുതിയത് അന്നുണ്ടാക്കാത്തതൊക്കെ ബിദഅത്താണെങ്കിൽ മൗലവി നിങ്ങൾ ബിദഅത്തിൽ മുങ്ങി കുളിച്ചിട്ടല്ലേ നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും. ഇൻഷാ അള്ളാഹ് അതിൻ്റെ മറുപടി എന്താണ്? ആ വസ്വാസ് ഞാൻ ഇൻഷാ അള്ളാഹ് വഴിയെ തീർക്കുന്നതാണ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അതാണ് ഏറ്റവും മുന്തിയ രീതി, മറ്റുള്ളത് വർജിക്കപ്പെടേണ്ടതാണ്, അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതിലൂടെ ഞാൻ 8ാമതായി പ്രഖ്യാപിക്കുന്നത്. 9ാമതായി ഞാൻ അതിലൂടെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എൻ്റെ നബിയാണ് ഏറ്റവും ഉന്നതൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറയൽ മഹാപാതകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ളം പറയൽ അല്ലാഹുവിൻ്റെ മേൽ കള്ളം പറയുന്നതിന് തുല്യമാണ്. നബിയുടെ പേരിൽ കള്ളം പറയൽ ലോകത്ത് മറ്റാരുടെയെങ്കിലും മേൽ കള്ളം പറയുന്നതിനേക്കാൾ ഗുരുതരമാണ്.
എൻ്റെ മേൽ കള്ളം പറയൽ മറ്റൊരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെയല്ല. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ എത്രയും വേഗം ഉറപ്പിച്ചു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ മേൽ ആരെങ്കിലും പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, നരകാഗ്നിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ വചനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞു എന്ന് പറയാ, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാ, അംഗീകരിച്ചിട്ടില്ലാത്തത് അംഗീകരിച്ചു എന്ന് പറയാ, അറിയാത്തത് അവിടുത്തെ പേരിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാ. ഇതൊക്കെ ഗുരുതരമായ പാതകമാണ്. ഇതൊക്കെ മനുഷ്യൻ നരകത്തിയിലേക്ക് അവനെ ശാശ്വതനാക്കുന്ന മഹാപാതകങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ താല്പര്യം. അതേ അവസരത്തിൽ ഇന്നിവിടെ ലോകത്ത് ധാരാളക്കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ നിരവധി അനവധി കളവുകളാണ് നിരന്തരം പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വൽ മാസം പ്രവാചക പ്രേമികളുടെ മാസമെന്ന് പറയുന്ന, മുസ്തഫയോട് സ്നേഹം കൊണ്ട് ഞങ്ങൾ മദ്ഹ് പറയുകയാണെന്ന് പറയുന്ന നവീനവാദികളുടെ പുത്തൻവാദികളുടെ മദ്ഹ് ഗീതങ്ങൾ മുഴുവനും എടുത്തു നോക്കിയാൽ, ഉദാഹരണം അവർ ചൊല്ലുന്ന ബുർദ ബൈത്തുകളുടെ ബുർദ മജ്ലിസുകൾ, അതുപോലെ തന്നെ മൗലിദ് സദസ്സുകൾ, അവർ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 99% അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പച്ച കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരാൾക്ക് സഹിക്കൂ? ഞാനോ നിങ്ങളോ പറയാത്തൊരു കാര്യം പൊതുവേദിയിൽ വെച്ച് ഒരാൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന രോഷവും വേദനയും സങ്കടവും എത്രത്തോളമായിരിക്കും? എങ്കിൽ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ട് പോലുമില്ലാത്തത്, പറഞ്ഞിട്ടില്ലാത്തത്, ചെയ്തിട്ടില്ലാത്തത്, അംഗീകരിച്ചിട്ടില്ലാത്തത്, അറിഞ്ഞിട്ടില്ലാത്തത്, അവിടുത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന ലേബിൾ മുട്ടിച്ചിട്ട് ഇഷ്ടം പോലെ അങ്ങനെ വിളിച്ചും പാടിയും പറഞ്ഞും കൊണ്ട് അങ്ങനെ ഒരു ഭാഗം നടക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഷയിൽ തന്നെ ഗുരുതരമായ പാതകമാണത്. റബ്ബിൻ്റെ കോടതിയിൽ അതിന് മാപ്പുണ്ടാവുകയില്ല. അതേപോലെ തന്നെയാണ് അവിടുത്തെ പേരിൽ കള്ളഹദീസുകൾ കെട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതല്ലാത്ത ഏതെങ്കിലും ആസാറുകളെ സംബന്ധിച്ച് അവിടുത്തേതാണ് എന്ന് പറയലും ഇതിലേറെ അപകടമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ശരീരത്തിൽ നിന്നുള്ള ആ ആസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് സഹാബത്ത് അതിനൊക്കെ പുണ്യം കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീരം തൊട്ട വസ്ത്രം, അവിടുത്തെ നഖം, അവിടുത്തെ വിയർപ്പ്, അതുപോലെ തന്നെ ഉമിനീര്, അതുപോലെ തന്നെ അവിടുത്തെ കരസ്പർശമേറ്റ വെള്ളം താഴെ ഇറ്റി വീഴുന്നത്, ഇതൊക്കെ ഒരു തബറുക്ക് ബറക്കത്തെടുക്കാൻ അള്ളാഹു അതിലൊക്കെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബറക്കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനാൽ അതൊക്കെ ബറക്കത്ത് ആവശ്യാർത്ഥം സഹാബിമാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആസാറുകളെന്ന് അറിയപ്പെടാൻ ലോകത്തിവിടെ ഒന്നും ബാക്കിയില്ല. നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള ഒരു മുടിയോ ഒരു നഖമോ അതല്ലെങ്കിൽ വിയർപ്പോ ഉമിനീരോ അവിടുന്ന് ഉപയോഗിച്ച പാനപാത്രമോ അവിടുന്ന് ഉപയോഗിച്ച വടിയോ മെതിയടിയോ ഒന്നും തന്നെ ഇന്ന് ലോകത്തില്ല. എന്നാൽ ചില ആക്രി കച്ചവടക്കാരായ കള്ളമല്ലമാർ ഈ സമൂഹത്തിൽ പറയുന്നു, ഇതാ എൻ്റെ കയ്യിലുള്ള മുടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുകേശമാണ്, ഞാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കുടിക്കാൻ തരുന്ന വെള്ളത്തിൽ മുസ്തഫയുടെ ഉമിനീര് ചേർത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഇക്കൊല്ലം നമ്മൾ കേട്ട ഏറ്റവും വലിയ തമാശകളാണ്. എൻ്റെ കയ്യിലുള്ള മുത്തുനബിയുടെ മുടി 1/2 സെന്റിമീറ്റർ ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മദീനത്ത് നിന്ന് കൊണ്ടുവന്ന നബിൻ്റെ കബറുമുള്ള പൊടി, മണ്ണിൻ്റെ പൊടി കലക്കിയ വെള്ളം അങ്ങക്ക് തരുന്നത്, അതിൽ ഇക്കുറി മുസ്തഫയുടെ ഉമിനീരും കൂടെ ചേർത്തിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഉമിനീരെ ഇവൻ്റെ അടുത്ത് കുപ്പിയിലുണ്ട്, അത് ചേർത്തിട്ടുണ്ട്. ഇമ്മാതിരി കള്ളത്തരങ്ങൾ മുത്തുനബിയെ കുറിച്ച് പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ പ്രവാചക നിന്ദ നടത്തിയവൻ ലോകത്താരാ ഉള്ളത്? ഇതുപോലത്തെ നിന്ദിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്ദിക്കുന്നവനേക്കാൾ ആരാ ഉള്ളത്? റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞിട്ട് കുതിരവാലിനേക്കാളും പെണ്ണുങ്ങളുടെ നീണ്ട മുടിയേക്കാളും നീളമുള്ള മുടിക്കെട്ട് കാണിച്ചിട്ട് മുസ്തഫ 5-6-7 കൊല്ലത്തോളം മുടി വെട്ടാറെ നടന്നിരുന്ന ഒരു പ്രാകൃത കോലക്കാരനായിരുന്നു എന്ന മുസ്തഫയെ കുറിച്ച് പറഞ്ഞവനേക്കാൾ എഴുതിയവനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്ദിച്ചവൻ ലോകത്താരാ ഉണ്ടാവുക? അപ്പം നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റേതല്ലാത്ത ഏതെങ്കിലും ആസാറുകളെ അവിടുത്തേതാണ് എന്ന് ചേർത്തി പറയലും ഗുരുതരമായ പാതകമാകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ എണ്ണിപ്പറഞ്ഞ് 8-9 കാര്യങ്ങളുണ്ടല്ലോ, ഇതിലൊക്കെ നമ്മുടെ നിലപാട് എന്താണ്, ഞാൻ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് ഓരോരുത്തരും ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കണം. ഈ 9 കാര്യങ്ങളുണ്ടല്ലോ, ഇതാണും പെണ്ണും ചിന്തിക്കണം. ഇതിലെൻ്റെ നിലപാട് എന്താണ്? ഞാൻ ഇതിൽ എവിടെയെങ്കിലും വല്ല വീഴ്ചയും വരുത്തുന്നുണ്ടോ?
പ്രധാനമായിട്ട് എനിക്ക് ഈ സദസ്സിനോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എ മുതൽ സെഡ് വരെയുള്ള ജീവിതത്തിലുള്ള മുഴുവൻ മാതൃകയാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ പലപ്പോഴും എഴുത്തുകാരും പ്രാസംഗികന്മാരും ഒക്കെ ഭംഗി വാക്കായിട്ട് പറയാറുണ്ട്, അടുക്കള തൊട്ട് അന്താരാഷ്ട്ര തലം വരെയും കുടിൽ തൊട്ട് കൊട്ടാരം വരെയുമുള്ള സകലമാന മേഖലകളിലുമുള്ള നിയമങ്ങൾക്ക് വെളിച്ചം പകർന്ന മുത്ത് മുസ്തഫ എന്ന്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഏത് മേഖലയിലേക്കാണ് അവിടുന്ന് വെളിച്ചം വീശാത്തത്? ഏത് മേഖലയിലേക്കാണ് അവിടുത്തെ ഉസ്വത്ത് മാതൃക ഇല്ലാത്തത്? ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടില്ല, ആയത്തിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആർക്കാണ് മുത്ത് മുസ്തഫയിലുള്ള മാതൃകയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക? അല്ലാത്തവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 8-9 വഴിയിൽ നിന്നാണ് തെറ്റിപ്പോകും. അത് ആർക്ക് മാത്രമാണെന്ന് അറിയോ? ആർക്കാണ് മുത്ത് മുസ്തഫയുടെ ആ ഉസ്വത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹനെ മോഹിക്കുന്നവർക്ക്, വൽ യൗമൽ ആഖിർ, പരലോക നാളിനെയും ആഗ്രഹിക്കുന്നവർക്ക്, വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും. ഈ 3 നിബന്ധനകളുള്ളവർക്കാണ് മുത്ത് മുസ്തഫ ഉസ്വത്തുൻ ഹസനത്ത്. അല്ലാത്തവരൊക്കെ അതിൽ നിന്ന് മറുകണ്ഠം ചാടി പല കോലത്തിൽ പല ഗ്രൂപ്പുകളായി പല കക്ഷികളായി പഴച്ച് തെറിച്ച് അങ്ങനെ പോയിട്ടുണ്ടാകും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മേഖലയിലും നമ്മുടെ റോൾ മോഡലാണ്. നമുക്കൊരൊറ്റ ആത്മീയ നേതാവേയുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. രാവിലെ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, രാവിലെ ഉണർന്നാണ്ട് എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കണ്ണിൽ ഉറക്കം പിടിക്കുവോളം നമുക്ക് ചൊല്ലാനും പറയാനും പ്രാർത്ഥിക്കാനും ഇരക്കാനുമായി ധാരാളക്കണക്കിന് ദിക്റുകളും ദുആകളും തസ്ബീഹുകളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാറുണ്ടോ? നമ്മൾ ചോദിക്കണം നമ്മളോട്. ഞാൻ രാവിലെ എഴുന്നേറ്റാലുള്ള ആ ദിക്റ്, അതിൻ്റെ ഇടയ്ക്കന്നെ രാത്രിയിൽ ഒന്ന് ഉണർന്നാൽ, എഴുന്നേൽക്കാനൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഉണർന്ന് നമ്മളൊന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ വരെ ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. അത്രത്തോളം ഒരു മേഖലയും ദിക്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലായോ? രാവിലെ എഴുന്നേൽക്കുന്നൊരു തൊട്ടല്ല ദിക്റ്. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടന്ന് ഒരു 2-3 മണിയായപ്പോൾ എന്തോ ഇടയ്ക്കൊരു അസ്വസ്ഥരങ്ങളോ ഒന്നും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, വാച്ചിൽ നോക്കിയായി സുബൈ ആയിട്ടില്ല, അപ്പോൾ പോലും നിങ്ങൾക്ക് ചൊല്ലാൻ ദിക്റുണ്ട്, തുഴയുണ്ട്. അതുപോലും പഠിപ്പിച്ച മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ദിക്റുകളെയും ദുആകളെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് കൃത്യമായി പുലർത്തി ജീവിക്കാറുണ്ടോ? അല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അത് വെറുതെ ഒരു പറയൽ മാത്രമായി അധപ്പതിച്ചു പോവില്ലേ സുഹൃത്തുക്കളെ? അവിടെ നമ്മൾ അത് ഗൗരവത്തോടെ ചിന്തിക്കണം. ഇനി ആ ദിക്റ് ദുആകൾ മാത്രമല്ല, ഓരോ ദിക്റുകളും ദുആകളും നമുക്ക് ചില ആശയങ്ങളാണ് പകർന്നു തരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ശക്തമായ തൗഹീദിൻ്റെ ആശയം, അതുപോലെ തന്നെ ജീവിതത്തിൽ ഞാൻ തെറ്റുകൾ ചെയ്യില്ല എന്ന ദൃഢനിശ്ചയം, ഇതൊക്കെ പകർന്നു തരികയാണ് നമ്മുടെ ദിക്റുകൾ. അതുപോലെയാണോ എൻ്റെ ജീവിതം? എൻ്റെ ജീവിതത്തിൽ വിശ്വാസം, എൻ്റെ അനുഷ്ഠാനങ്ങൾ, 5 നേരത്തെ നിസ്കാരം, അതൊക്കെ അതിൻ്റെ കണിശതയോടെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? സകാത്ത്, സദഖ, നോമ്പ്, ഹജ്ജ്, ഉംറ, മാതാപിതാക്കളെ പരിപാലിക്കൽ, അയൽപക്ക ബന്ധം, അതുപോലെ തന്നെ മറ്റുള്ള സഹജീവികളുമായിട്ടുള്ള ബന്ധം, ഏതെല്ലാം മേഖലകളിൽ ആരോടൊക്കെ ബന്ധം ചേർക്കാനും ബന്ധം പുലർത്താനും എന്തൊക്കെ വിശ്വസിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും എൻ്റെ നേതാവിനോട് പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടെ തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? അതോ ഞാൻ അതിലൊക്കെ ഉഴപ്പനാണോ? ഞാൻ അതിലൊക്കെ പിന്നോക്കമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് സ്വയം ഒരു വിചാരണ നടത്തിയിട്ട് എന്തൊക്കെ പോരായ്മകളുണ്ടോ എല്ലാത്തിൽ നിന്നും അല്ലാഹുവിനോട് ഡെയിലി തൗബ ചെയ്യണം. ഏതൊക്കെ നന്മകൾ നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ റബ്ബിനെ സ്തുതിക്കുകയും അതൊക്കെ ഇനിയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വർദ്ധിത തോതിൽ എന്നിൽ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ ദിനങ്ങളും കടന്നു പോകേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുത്തു മുസ്തഫയാണ് നമ്മുടെ ഉസ്വത്തുൻ ഹസന, നമ്മുടെ റോൾ മോഡൽ. ആ നബിയാണ്, ആ നബിയെയാണ് നമ്മൾ ദിനേന സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന നമ്മുടെ പ്രഖ്യാപനത്തിലൂടെ അത് കേവലം വാചികമായി തരം താഴാതെ നമ്മുടെ ഖൽബിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഷഹാദത്തുകൾ ഉരുവിടുക. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചിട്ടുള്ളവർക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള സന്മനസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക وأتوب إليك. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.